ഹലോ അസ്സാം വലൈക്കും. നിങ്ങൾ ഫോളോവേഴ്സിനായിട്ട് ഞാനൊരു 2-3 എക്സസൈസുകളെ പറ്റി പറയാം. ഇപ്പം നമ്മൾ പലരും ഷുഗർ കാരണം ഒരുപാട് പ്രയാസപ്പെടുന്നവരാണ്. ഞാൻ ഉൾപ്പെടെ ഡയബറ്റിക് എന്ന പ്രശ്നം കാരണം ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരാളായിരുന്നു. ശരിക്കും വല്ലാത്ത രീതിയിൽ തന്നെ ഡയബറ്റിക് അഫക്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു 3 എക്സസൈസിനെ പറ്റി പറഞ്ഞു തരാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഫലപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പ്. ഇത് കണ്ടോ, അതായത് നമ്മൾ ഈ സെൻട്രൽ വരുന്ന ഈ 2 വിരലുകൾ നമ്മുടെ തള്ളവിരലുമായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് വെക്കുക. പക്ഷെ ഒരിക്കലും ഇത് പ്രസ് ചെയ്യേണ്ട ആവശ്യകതയില്ല. ജസ്റ്റ് ഇങ്ങനെ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ച് ഒരു 45 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും വെക്കാൻ ശ്രമിക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 45 മിനിറ്റ് എന്ന് പറയുന്നത് വലിയൊരു ടൈമാണ്. അറ്റ്ലീസ്റ്റ് ഒരു 50 മിനിറ്റ്സ് എങ്കിലും കൈ ഇങ്ങനെ വെച്ച് നമ്മൾ തന്നെ ഇങ്ങനെ, അതായത് മാനൊക്കെ നമ്മൾ കൈ കൊണ്ട് വെക്കുകയല്ലേ, അതുപോലെ തന്നെ ഈ സെൻറ്റർ 2 വിരലുകൾ ഈ തള്ളവിരലുമായിട്ട് ചേർത്ത് ഇങ്ങനെ വെക്കാൻ ശ്രമിക്കുക. പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. 15 മിനിറ്റ് ഇങ്ങനെ വെച്ച് നമ്മൾ റിലാക്സേഷൻ ചെയ്യുക. 2 കൈയിലും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വിരലുണ്ടല്ലോ, ഈ വിരൽ ഈ തള്ളവിരലിൻ്റെ ഈ ഭാഗവുമായിട്ട് മുട്ടിപ്പിച്ച് ഇത് കണ്ടോ, നമ്മൾ ഇങ്ങനെ വെക്കാൻ ശ്രമിക്കുക. ഇതും ഇതുപോലെ ഒരു 15 മിനിറ്റ് 2 കൈയിലും നിങ്ങൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് രണ്ടാമത്തത്. ഓക്കെ. ഇനി മൂന്നാമത്തെ എന്ന് വെച്ചാൽ വേണ്ട, അതായത് നമ്മുടെ ഈ തള്ളവിരലിനെ ഈ രണ്ടാമത്തെ വിരൽ കൊണ്ട് ഇങ്ങനെ മുട്ടിച്ച് പ്രസ് ചെയ്യേണ്ട ആവശ്യകതയില്ല. ഇങ്ങനെ 15 മിനിറ്റ് നിങ്ങൾ ഈ കൈക്ക് എക്സസൈസ് കൊടുക്കുക. ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. വെറും ഒരു 1-2 ദിവസം 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ഫലം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 20 ഡേയ്സ് എങ്കിലും പതിവായിട്ട് നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുക. ഈ 3 എക്സസൈസ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഷുഗറിന് വ്യത്യാസം വരും. എല്ലാ സമയത്തും ഒരു 230, 240 ആ ഒരു ലെവൽ ഷുഗർ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. സത്യം പറയാം, ഇപ്പോൾ ഈ ഒരു എക്സസൈസ് തുടങ്ങിയ പിന്നെ എൻ്റെ ഷുഗർ എപ്പോഴും ഒരു 140, 150 ആ ഒരു റേഞ്ചിലെത്തി. കാരണം ഒരു 15 മിനിറ്റ് കൂടുതൽ പിടിക്കാനുള്ള ടൈം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ പോലും ഞാൻ എല്ലാ ദിവസവും വെറുതെ ഇരിക്കുന്ന ടൈമിൽ, വെറുതെ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തോ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മൾ തസ്ബീഹ് ചൊല്ലുന്ന സമയത്ത്. ഇപ്പോൾ നമ്മൾ കൂടുതൽ പേരും നമ്മുടെ ഈ ടൈമറും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യകതയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും സുന്നത്താക്കപ്പെട്ട് പറഞ്ഞ കാര്യം നമ്മുടെ കൈ കൊണ്ട് നമ്മൾ തസ്ബീഹ് ചൊല്ലുക എന്നാണ്. മനസ്സിലായോ? നമ്മൾ കൈ കൊണ്ട് തസ്ബീഹ് ചൊല്ലുമ്പോൾ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ ചൊല്ലുന്ന സമയത്തും സത്യത്തിൽ അതും ഒരു എക്സസൈസാണ്. നമുക്ക് ശരീരത്തിൽ ഓക്സിജൻ കൂടുതലായിട്ടുണ്ടാകുവാനും അതുപോലെ നമ്മുടെ ബ്രെയിൻ്റെ ശക്തി കൂടുതലാകാനും ഒക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യമേത്. രക്തോട്ടം നല്ല രീതിയിൽ നടക്കും നമ്മുടെ കയ്യിലത്തെ എക്സസൈസ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ നിവർത്തുന്നത് പോലും വലിയൊരു എക്സസൈസ് തന്നെയാണ്. അത് ആ സമയം നമ്മൾ തസ്ബീഹ് ഓതുന്ന സമയം നമ്മൾ ടൈമറോ മറ്റ് തസ്ബീഹിൻ്റെ കൗണ്ടറോ ഒന്നിൻ്റെ ആവശ്യകതയില്ല. പകരം നമ്മൾ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് 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 ഈ ചൊല്ലുന്നത് പോലും ഒരു വ്യായാമമാണ്. നമ്മളത് കൈകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഉറപ്പായിട്ടും നമ്മുടെ ശരീരത്തിൽ ഭയങ്കര ബെനിഫിറ്റാണ്. അതുകൊണ്ട് ആ സുന്നത്തായ കാര്യം കൂടെ ഇതിൽ മുറുകെ പിടിക്കുക. ഇൻഷാ അല്ലാഹ്.